പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സുഖമല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ശാരീരികമായി സുഖമില്ലായിരുന്നതുകൊണ്ട്, ശബ്ദത്തിനൊക്കെ ഇച്ചിരി പ്രശ്നം ഉണ്ടായിരുന്നതുകൊണ്ടാണ് നിങ്ങളുമായി വചനം പങ്കുവയ്ക്കാനായിട്ട് സാധിച്ചില്ല. നമ്മുടെ വചനയാത്ര മുന്നോട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് മെയ് മാസം 12-ാം തീയതിയാണ്. നാം പുതിയ വചനം പഠിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 6-ാമത്തെ വചനമാണ്. The book of Genesis chapter 6 verse 6. അതിങ്ങനെയാണ് പറയുന്നത്. ഇന്നത്തെ കാലത്ത് വളരെ പ്രാധാന്യമുള്ള, വളരെ ശ്രദ്ധിക്കേണ്ട മനോഹരമായൊരു വചനം, നമ്മെ എങ്ങനെ ജീവിക്കണം എന്ന് ഒരു പ്രബോധനം തരുന്ന ഒരു വചനമാണ്. അതിങ്ങനെയാണ്: ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം പരിതപിച്ചു, അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചതിൽ, ഈ ഭൂമുഖത്ത് നമുക്കറിയാം മനുഷ്യനെ സൃഷ്ടിച്ചത്, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചത് ദൈവമാണ്, അല്ലേ? ഈ ഭൂമുഖത്ത് സൃഷ്ടിച്ചത് ആ ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കണമെങ്കിൽ അതെത്രമാത്രം വലിയ തിന്മയാണ്. ഇന്ന് തിന്മയുടെ വലിയ ഒരു അതിപ്രസരം തന്നെ നമുക്ക് ഈ നമ്മുടെ കാലഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കാൽച്ചുവട്ടിൽ പോലും തിന്മയുള്ളൊരു കാലമാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം നാം മുന്നോട്ട് പോകാൻ. അതിങ്ങനെയാണ്: ഭൂമുഖത്ത് മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം പരിതപിച്ചു, അത് അവിടുത്തെ ഹൃദയത്തെ വേദനിപ്പിച്ചു. The Lord was sorry that he had made humankind on earth. The Lord was sorry that he had made humankind on earth, and it grieved him to his heart. അവൻ്റെ ഹൃദയത്തെ, നമുക്കറിയാം, വേദന മുഴുവൻ ശാരീരികമായ വേദനകളേക്കാൾ ഉപരി ഹൃദയത്തിൽ കിട്ടുന്ന വേദനയാണ് വലിയ വേദന, അല്ലേ? ഹൃദയഭേദകമായ കാഴ്ച എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുകൊണ്ട് ഹൃദയത്തിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. ഹൃദയഭേദകമായ വേദന ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വ്യക്തിയാണോ ഞാനും നിങ്ങളും? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട യുവജന സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും എല്ലാവരും ഒരുപോലെ ശ്രദ്ധിക്കണം. നാം ഒരിക്കലും ദൈവത്തിൻ്റെ ഹൃദയത്തെ വേദനിപ്പിക്കുന്നൊരു വ്യക്തിയായിട്ട് ഞാനും നിങ്ങളും മാറാതിരിക്കട്ടെ. നമുക്ക് ശ്രദ്ധിക്കാം. ഈശോയോടൊപ്പം നടന്ന് സ്നേഹമുള്ള ദൈവവചനത്തെ സ്നേഹിക്കുന്ന, ദൈവത്തെ സ്നേഹിക്കുന്ന, ദൈവത്തിന് വേണ്ടിയുള്ള ഒരു മകനായി, മകളായി മാറുവാൻ നമുക്ക് ആഗ്രഹിക്കാം, അല്ലേ? ആമേൻ.